നാം സാധാരണ തല മുണ്ടനം ചെയ്ത ഒരാളെ കാണുകയാണെങ്കിൽ സ്വാഭാവികമായും അയാൾക്ക് അർബുദ രോഗം, ക്യാൻസർ ഉണ്ട് എന്ന് കരുതാറുണ്ട്. അതുപോലെ തന്നെ മറ്റു പല അസുഖങ്ങളുടെ ലക്ഷണങ്ങളും കാണിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അവശത, പല പ്രശ്നങ്ങളും നമുക്കറിയാവുക. അതുകൊണ്ട് ക്യാൻസർ ബാധിതരായ എല്ലാവർക്കും എല്ലാ ഡോക്ടർമാരും വിദഗ്ധന്മാരുമൊക്കെ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് കീമോയുടെ ഡോസ് കുറഞ്ഞതും കൂടിയതുമൊക്കെ ഉണ്ട്. എന്തായാലും വളരെ ചെറിയ പ്രായമുള്ളവരെ പോലും വളരെ വലിയ പ്രായമുള്ളവരാക്കി മാറ്റുന്ന, വൃദ്ധരാക്കി മാറ്റുന്ന ഒരു മരുന്നാണിത് എന്നതിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ ഒരു വനിത, അവർ ദക്ഷിണാഫ്രിക്കയിലെ ജോഹാനസ്ബർഗിൽ നിന്ന് വരുന്ന സ്ത്രീയാണ്. അവർ ക്യാൻസർ ബാധിതയായി വർഷങ്ങളായി. പക്ഷേ എന്നിട്ടും കീമോ ചെയ്യാതെയും അതുപോലെ തന്നെ മറ്റ് മരുന്നുകൾ ഉപയോഗിക്കാതെയും ക്യാൻസറിനെ അതിജീവിച്ചുകൊണ്ട് ലോകം ചുറ്റി നടക്കുകയാണ്. അവരുടെ പേര് വിവാൻസു വിയോള ഫിസാമ എന്നാണ്. ജോഹാനസ്ബർഗ് സ്വദേശിയാണ്. അധികം പ്രായമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അവരുടെ മുടിയൊന്ന് നോക്കൂ. തലയിൽ നിന്ന് തുടങ്ങി പാദത്തോളം എത്തി നിൽക്കുന്ന അത്ഭുതകരമായ രീതിയിലുള്ള മുടിയാണ് ഈ സ്ത്രീക്ക് പ്രകൃതി കനിഞ്ഞ് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ട് താൻ ക്യാൻസറിന് വകവെക്കുന്നില്ല എന്നതിന് വിയോളക്ക് തീർച്ചയായിട്ടും ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം മനക്കരുത്ത് എന്നുള്ളതാണ്. താൻ മനക്കരുത്തിനാൽ ആണ് ക്യാൻസറിനെ അതിജീവിക്കുന്നത്. എനിക്കിപ്പോഴും അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. Then there's a lot of you can do rather than waiting for doctors to tell you what to do. You can start taking your life back, changing your diet, changing how you live, changing your mindset. What is the remedy you are suggesting? Firstly is your mind. And also type of food you are eating. What type of food are you eating? Is the food that is building you or the food that is killing you? It depends on the food. Food, the mind, it's not one solution. So the food, the mind, and your spirituality. So in the book you'll see I call about hems. Talk about? Hems. So it is your physical being, your emotional being, your mental being, and your spiritual being. It needs to be balanced. When it is balanced, you are able to tackle any disease. താൻ എന്നോ മരിച്ചു പോകുമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ പ്രകൃതിപരമായ ഭക്ഷണം കഴിക്കുന്നു എന്നാണ് വിയോള പറയുന്നത്. വിയോള ഇത് സംബന്ധിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈറ്റ് യുവർ ക്യാൻസർ എവേ എന്ന ഒരു കൊച്ചു പുസ്തകമാണ് അവർ തൻ്റെ ജീവിതത്തിലെ ക്യാൻസർ അനുഭവങ്ങളെ അവലംബമാക്കി തയ്യാറാക്കിയിരിക്കുന്നത്. ദുബായിലെ ബ്രിങ്സ് ഇൻ്റർനാഷണലാണ് ഈ ഇംഗ്ലീഷ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ഒരു അനുഭവം വലിയൊരു മാതൃകയായി പ്രകൃതിപരമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് മനക്കരുത്തിലൂടെ എങ്ങനെ അർബുദ രോഗത്തെ നേരിടാം എന്ന് ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് വിയോള. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.